കോഴിക്കോട് വടകര പുഞ്ചിരിമില്ല് ദേശീയപാതയിൽ ബൈക്ക് യാത്രികനെ സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയി. സംഭവത്തിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബസ് തടഞ്ഞു. വടകര പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ 8:30 ദേശീയപാതയിൽ ചോറോട് പുഞ്ചിരിമില്ലിൽ വെച്ച് വടകര കരിമ്പനം പാലം സ്വദേശി ആകാശിനെയാണ് സ്വകാര്യ ബസ് ഇടിച്ചിട്ട് നിർത്താതെ പോയത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിക്കടിയിലേക്ക് തെറിച്ചു വീണ ഗുരുതരമായി പരിക്കേറ്റ ആകാശിനെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിന് പിന്നാലെ എത്തിയ കാർ യാത്രക്കാരാണ് പരിക്കേറ്റ ആകാശിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിർത്താതെ പോയ കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സന്നിധാൻ ബസ് ഉച്ചയ്ക്ക് 12:30 ഡിവൈഎഫ്ഐ പ്രവർത്തകർ വടകര പുതിയ സ്റ്റാൻഡിലെത്തി ബസ്സിന് മുകളിൽ കൊടികെട്ടി തടയുകയുണ്ടായി. ഈ ബസ്സുകളൊക്കെ മരണപ്പാച്ചിലാണ് പായുന്നത്. പല സ്ഥലത്തുനിന്നും ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അത് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ഇത് വെച്ചു ഉറപ്പിക്കാനാവാത്ത കാര്യമാണ്. ഒരു തരത്തിലും ഈ ബസ്സുകാരുടെ ഈ ഒരു തോന്നിയാസം വെച്ചു ഉറപ്പിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ തയ്യാറല്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. ബസിന്റെ ഫിറ്റ്നസ് ഉൾപ്പെടെ പരിശോധിച്ച് ഉറപ്പുവരുത്തി കേസെടുക്കണമെന്നും വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് തടയാൻ നേതൃത്വം നൽകിയ ആളാണ് ആകാശ് എന്നും ബോധപൂർവം ഇടിച്ചു തെറിപ്പിച്ചതായി സംശയമുണ്ടെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.